തുള്ളി വെള്ളവും അമൂല്യമാണ് എന്നതുപോലെ തന്നെ പറഞ്ഞു വെക്കേണ്ടുന്ന കാര്യമാണ് ഓരോ വോട്ടിന്റേത്. രാജ്യത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുവാൻ ഒരു പൗരൻ തന്റെ ചൂണ്ടുവിരൽ ആയുധമാക്കുമ്പോൾ ചരിത്രം കുറിക്കപ്പെടുകയാണ്. 5 വർഷങ്ങൾ കൂടുമ്പോൾ രാജ്യത്തിന്റെ ഭരണരഥം തിരിക്കുവാൻ പുത്തൻ സാരഥികളെ തിരഞ്ഞെടുക്കുവാൻ ഓരോ പൗരനും നിലവിൽ സജ്ജരാകുമ്പോൾ ഇപ്പോൾ ഇതാ ഒരിക്കൽ കൂടി അത്തരമൊരു അവസരം വന്നു ചേർന്നിരിക്കുകയാണ് നമുക്ക്. ഇവിടെ പ്രവാസികളുടെ പങ്കാളിത്തം അശേഷം മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ അടക്കമുള്ള പരമാവധി വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ അടക്കം വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമമാണ് നിലവിൽ അതുകൊണ്ട് തന്നെ നടക്കുന്നത്. പ്രവാസി വോട്ടർമാരോട് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 19 ആരംഭിക്കുന്ന വോട്ടെടുപ്പ് 7 ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് ജൂൺ 4 ഫലപ്രഖ്യാപനത്തോടുകൂടി സമാപിക്കുന്നത്. പ്രവാസി വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആരാണ് പ്രവാസി വോട്ടർമാർ എന്ന് ആദ്യം അറിഞ്ഞിരിക്കാം. ഇന്ത്യക്ക് പുറത്ത് ഏത് വിദേശ രാജ്യത്ത് ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി പോയ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയോ മറ്റു രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഇന്ത്യക്കാരെയാണ് പ്രവാസി വോട്ടർമാരായി കണക്കാക്കുന്നത്. ഇവരിൽ 18 വയസ്സ് പിന്നിട്ട് പ്രായപൂർത്തി വോട്ടവകാശം നേടിയവർക്കാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. പ്രവാസി വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ ചെയ്യേണ്ടുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ https://voterportal.eci.gov.in/ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഫോം 6A ഓൺലൈനായി പൂരിപ്പിച്ച് ആധികാരിക രേഖകൾ കൂടി ചേർത്ത് വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. 2. ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ അപേക്ഷയിലെ വിലാസവും പാസ്പോർട്ട് രേഖകളും മറ്റ് അനുബന്ധ രേഖകളും പരിശോധിക്കും. അതിനുശേഷം അപേക്ഷയിൽ പ്രവാസി വോട്ടർക്ക് തിരുത്തൽ വരുത്തണമെങ്കിൽ അതിനായി വെബ്സൈറ്റിലെ ഫോം 8 ഉപയോഗിക്കാവുന്നതാണ്. ശേഷം പോളിംഗ് സ്റ്റേഷനിൽ യഥാർത്ഥ പാസ്പോർട്ടുമായി വന്ന് പ്രവാസി വോട്ടർക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഓരോ വോട്ടും രാജ്യത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നു എന്ന കാര്യം മറക്കാതിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടവകാശം ശരിയായി തന്നെ ഉപയോഗപ്പെടുത്താം.